ഒരുപാട് പാർട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ നിന്ന് മുസ്ലിം ലീഗ് വ്യതിരിക്തമാണ്, വേറിട്ട് നിൽക്കുക എല്ലാ കാര്യത്തിലും. ഇന്ന് രാജ്യം നേരിടുന്ന ഭീഷണി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബോലോ ഭാരത് മാതാക്കി എന്ന് അദ്വാനി വിളിക്കുമ്പോൾ ജയ് എന്ന് വിളിക്കാൻ ഒരു അടൽ ബിഹാരി, ഒരു ജാഥ പോകുമ്പോ വാജ്പേയി ബോലോ ഭാരത് മാതാക്കി എന്ന് വിളിക്കുമ്പോൾ ജയ് എന്ന് വിളിക്കാൻ ഒരു അടൽ ബിഹാരി മാത്രം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഫാസിസത്തിനെതിരെ ജനശക്തി എന്ന മുദ്രാവാക്യം വിളിച്ചു പോയവരാണ് നമ്മൾ. അന്ന് പലരും നമ്മോട് പറഞ്ഞത് എന്താ, അതൊന്നൊരു വലിയ സംഭവമല്ല, ആഗോളവൽക്കരണമാണ് വിഷയം, ഉദാരവൽക്കരണമാണ് വിഷയം, അല്ലെങ്കിൽ കുത്തകകളാണ് വിഷയം, കോർപ്പറേറ്റാണ് വിഷയം, ഇവിടെ ഫാസിസം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാ പറഞ്ഞത്. 2 ഒറ്റയടിക്ക് 86. മുസ്ലിം ലീഗിന്റെ മന്ത്രിയുടെ എണ്ണം 4-ൽ നിന്ന് 5 ഹാലിളകുന്നവരുണ്ട്. ഒരു ലീഗുകാരനായ മനുഷ്യൻ സഹമന്ത്രിയായപ്പോ, ക്യാബിനറ്റ് അല്ല സഹമന്ത്രിയായപ്പോ, ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താണെന്ന് പറഞ്ഞ ആള് കേരളത്തിൽ. അയാൾ ശ്രദ്ധ വെച്ചിട്ട് എപ്പോഴും സംസാരിക്കും. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താണ് അഹമ്മദിന്റെ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ മോഡി അധികാരത്തിൽ വന്നിട്ട് അഹമ്മദ് 10 ആളെ കൊന്നിട്ടില്ലല്ലോ. അഹമ്മദ് കൊന്നിട്ടില്ല എന്ന് മാത്രമല്ല, കൊലയും കൊള്ളയും നടക്കുന്നിടത്ത് സമാധാനത്തിന്റെ ദൂതനായി വന്നിട്ടുണ്ട്. സമാധാനത്തിന്റെ ദൂതനായി വന്നിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയും RSSഉം കൊണ്ടും കൊടുത്തും കഴിയുന്ന നാടാണ് കണ്ണൂർ. രാഷ്ട്രീയ മനുഷ്യക്കുരുതിക്കുള്ള ബലിത്തറയായി മാറിയ കണ്ണൂരിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾ, വഴിപാടുകളും കൊലപാതകം നാട്ടു നടക്കുകയാണ്. അവിടെ ഒരു കൂട്ടർ മാൻ പവറിലും ഒരു കൂട്ടർ മസിൽ പവറിലുമാണ്. ഒരു കൂട്ടർ മാൻ പവറിലും മറ്റൊരു കൂട്ടർ മസിൽ പവറിലും നിറഞ്ഞാടുമ്പോ അവിടെ മസ്ലഹത്തിന്റെ പവറിൽ എപ്പോഴും ഇറങ്ങി വരുന്നയാളാണ് ഈ അഹമ്മദ്. ആ അഹമ്മദ് മന്ത്രിയായപ്പോഴാണ് അത് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താണെന്ന് പറഞ്ഞത്. ലൈറ്റ് എനിക്ക് കുഴപ്പമില്ല കേട്ടാ, വെള്ളങ്ങട. നേരെ മറിച്ച് ഗുജറാത്തിൽ നരഹത്യക്ക് നേതൃത്വം കൊടുത്തയാൾ, ഗർഭസ്ഥ ശിശുവിനെ തൃശൂലത്തിലെടുത്ത് ആനന്ദ നൃത്തം ചവിട്ടിയയാൾ, മുസൽമാനോം കി ദോ ഹിന്ദുസ്ഥാൻ പാകിസ്ഥാൻ യാ ഖബറിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച ഒരു സംഘത്തിന്റെ അമീറായി, നേതാവായി നിന്ന ഒരാൾ, രാജ്യത്തിന്റെ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയായ ഒരാൾ ഇന്ത്യയിൽ സഹമന്ത്രിയല്ല, ക്യാബിനറ്റല്ല, പ്രധാനമന്ത്രിയുടെ ചെയറിൽ ഇരുന്നിട്ട് ഒരു അച്യുതാനന്ദൻ ഹാലിളകിയതായി നമ്മൾ കാണുന്നില്ല. ഇതൊരു രോഗമാണ്. ഞാൻ കമ്മ്യൂണലായി ചിന്തിക്കുകയല്ല, അങ്ങനെ സംസാരിക്കുകയല്ല, പക്ഷെ കമ്മ്യൂണലായി ചിന്തിച്ചത് ഞാനൊന്ന് ചിന്തിക്കുകയാണ്. റിയാസുദ്ദീൻ ചീഫ് സെക്രട്ടറി ആയാൽ ഈ അസുഖമുണ്ട് ചിലർക്ക്. കമാൽകുട്ടി ഇലക്ഷൻ കമ്മീഷൻ ആയാൽ ഈ സോക്കടുണ്ട് ചിലർക്ക്. ഹക്കീം ബത്തേരിയും സത്താർ കുഞ്ഞും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരായാൽ ഈ മാരകമായ രോഗമുണ്ട് ചിലർക്ക്. സൗദാബി 1ാം റാങ്ക് വാങ്ങുമ്പോ ഈ വല്ലാത്ത അങ്കലാപ്പുണ്ട് ചിലർക്ക്. എന്നാൽ നരേന്ദ്രമോദി ഒരു ജംബോ ജെറ്റ് മന്ത്രിസഭയുമായി എല്ലാ വെല്ലുവിളിയും നടത്തി രാജ്യത്തിന്റെ ഭരണഘടന കാറ്റിൽ പരത്തിക്കൊണ്ട് അധികാരത്തിൽ വന്നിട്ട് ഒരു ചെറിയ പ്രസ്താവനയെങ്കിലും ഇറക്കാൻ അന്ന് അഹമ്മദ് മന്ത്രിയായപ്പോൾ ആശങ്ക പറഞ്ഞ ഒരാളെയും നമ്മൾ തിരിയിട്ട് തെരഞ്ഞിട്ട് കാണുന്നില്ല. വളരെ കാര്യഗൗരവത്തിലെടുക്കേണ്ടതാണ്. നമ്മളൊരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വലിയ കാര്യം ചെയ്യുന്നു. അത് ഞാൻ വെറുതെ പറയല്ല. ലീഗുകാരൻ എന്ന നിലയ്ക്ക് ഞാനിവിടെ പറയുമ്പോൾ ലീഗ് അല്ലാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് പണി തന്നെയെന്നാ പറയാം. അല്ല, നിങ്ങൾ നോക്കൂ, ലിബിയയിൽ നഴ്സുമാർ കുടുങ്ങിയപ്പോ ആ ബന്ദികളാക്കപ്പെട്ടവരെ ഒന്നിങ്ങോട്ട് കൊണ്ടുവരാൻ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞത് ഞങ്ങൾ അഹമ്മദുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. മുസ്ലിം ലീഗിന്റെ ദർസിലോതാത്ത ഒരു പ്രമാണിയില്ല, ഉറപ്പല്ലേ അത്. അഹമ്മദിനേറ്റ് സംസാരിച്ചിട്ട്, കാരണം അഹമ്മദിനെ അതിന്റെ റൂട്ട് തിരിയുള്ളൂ, എങ്ങനെ കൊണ്ടുവരേണ്ടത് അല്ലേ?
അന്ന് ഇറാഖിൽ നിന്ന് ബന്ദികളെ വിട്ടുകൊണ്ടുവന്നു അഹമ്മദ് സാഹിബ് അല്ലേ? അന്നൊന്നും വലിയൊരു ആനക്കാര്യമല്ല എന്ന് അൻസാക്ക പറഞ്ഞത് ഞാനൊന്ന് ഓർക്കുകയാണ്. ഈ മനുഷ്യൻ പാടത്ത് പോയിട്ട് 2 ആട്ടുംകുട്ടികളെ പോലും വിട്ടുകൊണ്ടുവരാത്തൊരു മനുഷ്യൻ. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ചെറിയ ആളുകളാണെങ്കിൽ നമ്മോട് ചോദിക്കണം. കാരണം അഹമ്മദ് ലീഗാണെന്ന് മാത്രമല്ല ലീഗലായും ഓക്കെയാണ് എന്ന് സുഷമ സ്വരാജിന് അറിയാം. രാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത് ശീലിച്ചപ്പോ എങ്ങനെയാണ് ഒന്ന് ബന്ദികളെ എങ്ങോട്ട് എത്തിക്കുക, അതിന്റെ റൂട്ട് എന്താണെന്ന് സുഷമ സ്വരാജ് സഭയിൽ സംസാരിക്കണമെങ്കിൽ ആ അഹമ്മദ് ഒരു MP ആയി പോയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ കണ്ണൂരിലെ വീട്ടിലേക്ക് സുഷമ സ്വരാജ് വരില്ലേ? പ്ലീസ് അഹമ്മദ് ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് അവിടെ MP ആയി പോയത്. MP ആയി പോകാൻ നമ്മൾ അധ്വാനിച്ചു. മന്ത്രിയാകാൻ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. മന്ത്രി അല്ലാതായപ്പോ നമ്മളല്ല വേദനിച്ചത്, റാമല്ലയിലെ കൊച്ചു പൈതൽ. സാധാരണ ഒരു അഹമ്മദ് മരുന്നിന്റെ കപ്പലുമായി ഞങ്ങളെ ലക്ഷ്യമാക്കി വന്നിരുന്നു. ഞങ്ങളുടെ PLO ചെയർമാൻ യാസർ അറഫാത്തിന്റെ കൈക്ക് പിടിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാൻ, വെടിയൊച്ചയുടെ കാതച്ച നിലക്കാത്ത വെടിമരുന്നിന്റെ ഗന്ധം വിട്ടുമാറിയിട്ടില്ലാത്ത സമയത്തൊക്കെ ഒരഹമ്മദ് ഇന്ത്യ എന്നെഴുതിയ ത്രിവർണ്ണ പതാകയും വെച്ചുള്ള ഒരു കപ്പലിൽ വന്നിരുന്നു. യാ യഹ്വത്തി, എന്റെ സഹോദരിമാരെ, എവിടെയാണ് ആ അഹമ്മദ് എന്ന് റാമല്ലയിലെ കൊച്ചുകുട്ടി പറഞ്ഞുവെങ്കിൽ പൊന്നുമക്കളെ, മുസ്ലിം ലീഗിന്റെ ഒരാൾ മന്ത്രിയല്ലാതായതിന്റെ ദുഃഖം നമ്മൾ മാത്രമല്ല അനുഭവിച്ചത്. എന്തെല്ലാം കളിച്ചു നമ്മുടെ നാട്ടിൽ. കേരളത്തിൽ ഫാസിസത്തിനെതിരെ ഉണ്ടാക്കിയൊരു സംഘടനയാണ്. അവര് ചെയ്ത പണി കേൾക്കണം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്ത പണി നേരത്തെ ഇറങ്ങി കൺവെൻഷൻ നടത്തി. അപ്പൊ ചിലര് ചോദിച്ചു, എന്താണ് ലീഗ് ഇങ്ങനെ ഒറ്റക്ക്, നേരത്തെ ഒറ്റക്ക് നിൽക്കാനെങ്ങാനും പരിപാടിയുണ്ടോ എന്ന് കൂട്ടത്തിൽ വരെ പലരും ചോദിച്ചു. ഒറ്റക്ക് നിൽക്കാനല്ല, ഒറ്റപ്പെടരുത് എന്ന് ഇശാറത്താക്കാൻ സുബഹിക്ക് ഇറങ്ങിയതായിരുന്നു നമ്മൾ. അതായിരുന്നു നമ്മുടെ പണി. കൊല്ലത്ത് കൺവെൻഷന്റെ തലേദിവസം പുതിയോതിൽ പ്രസംഗിച്ച് ഞാൻ എന്റെ മക്കളോടൊത്ത് യൂനുസ് കുഞ്ഞു സാഹിബിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം കാണാൻ പോയി യൂനുസ് കുഞ്ഞു സാഹിബിന്റെ ഒപ്പം. ഹൈദരലി തങ്ങളുടെ ചിത്രം കണ്ടപ്പോ എന്റെ മോളെന്നോട് ചോദിച്ചു, നമ്മുടെ തങ്ങൾ പാപ്പ എന്തിനാണ് ഈ പാതിരാവിൽ ഇവിടെ വരേണ്ടത്? ഇവിടെ നമ്മൾ ആരാ മത്സരിക്കണം? പാർലമെന്റിലേക്ക് അവിടെ നമുക്കൊരു MP പോകുന്നില്ല, പിന്നെ എന്തിനാണ് ഇത്ര അധ്വാനം എന്ന് എന്റെ കൊച്ചു പൈതൽ. എന്റെ മോളെ ബുദ്ധി വരെ ഈ മതേതര കക്ഷികൾക്ക് ഉണ്ടായില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഓർക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ അഹമ്മദ് സാഹിബിന്റെ പാർട്ടി നേരത്തെ ഇറങ്ങി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇറങ്ങി. ഇന്ത്യ ഭരിച്ച കക്ഷി പോലും നേരത്തെ ഇറങ്ങിയിരുന്നില്ല. അപ്പൊ ചിലർ തിരിച്ചു ഇവർ ഒറ്റക്ക് നിൽക്കാനാണ്. അല്ല, നമ്മളുള്ളിടത്തുള്ളവരോട് പോയിട്ട് കൂടുമ്പോ കോടരുതേ, നിൽക്കുമ്പോ നിൽക്കണേ, നന്നായി നിൽക്കണേ എന്നിങ്ങനെ നമ്മൾ ഉറപ്പിക്കുകയായിരുന്നു. എന്നാൽ കേരളത്തിൽ ഇതുപോലെ മറ്റൊരു അത്ഭുതം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ 20 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരു സംഘടന കേരളത്തിൽ. ഫാസിസത്തിനെതിരെ വന്നവരാണവർ. ഓക്കെ, ഫസ്റ്റ് മാർക്ക് ഞങ്ങളിടുന്നു. പക്ഷേ ഫാസിസത്തിനെതിരെയാണെങ്കിൽ അദ്വാനി മത്സരിക്കുന്നിടത്ത്, മോഡി മത്സരിക്കുന്നിടത്ത് അല്ല. കേരളത്തിലാണ് നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എന്താ കേരളത്തിന്റെ പ്രത്യേകത? കേരളത്തിൽ ഒരൊറ്റ സംഘപരിവാർ MP നിലവിലില്ല. ഇപ്പോഴും കണ്ടോ, കേരളം താമര വിരിയുന്നു വിരിയുന്നു വിരിയുന്നു. ഏഷ്യാനെറ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓരാജഗോപാൽ ലഡു ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ലേലം വിളിച്ച് 3 വട്ടം 4 വട്ടം എന്തായിരുന്നു, വിരിഞ്ഞില്ലല്ലോ. എന്താ? പ്രബുദ്ധമാണ് നമ്മുടെ നാട്, പ്രബുദ്ധമാണ് നമ്മുടെ നാട്. മാലിക് ദിനാറും അനുയായികളും കടന്നു വന്നപ്പോ അവർക്ക് കുടിക്കാൻ പാല് കൊടുത്ത ഹിന്ദു, അവർക്ക് കിടക്കാൻ പായ കൊടുത്ത ഹിന്ദു. എങ്ങനെയാണ് സൗഹൃദം പാലിക്കേണ്ടത് എന്ന് പഠിച്ച നാടാ കേരളം. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. വെറുതെയല്ല നമ്മൾ പറയുന്നത്. മന്നം പട്ടം ശങ്കർ ചാക്കോ, മന്നം പട്ടം ശങ്കർ ചാക്കോ, ബാഫക്കിത്തങ്ങൾ സിന്ദാബാദ്. കേരളത്തിലെ മുദ്രാവാക്യം. മന്നത്ത് പത്മനാഭൻ, ആർ ശങ്കർ, പട്ടം താണുപിള്ള, PT ചാക്കോ, എന്റെ ബാഫക്കിത്തങ്ങൾ. എന്താ? അതിൽ തന്നെ മതസൗഹൃദമുണ്ട്. നമ്മൾ രാഷ്ട്രീയം കൊണ്ടുണ്ടാക്കിയ വലിയ നേട്ടതാണ് കേരളത്തിൽ. ജാതിയും മതവും നോക്കാതെ കരുണാകരനുമായി
EMSുമായി, ആന്റണിയുമായി, വാസുദേവൻ നായരുമായി, അതേപോലെ പല നേതാക്കളുമായി സൗഹൃദം പങ്കിട്ടപ്പോ രാജ്യത്തിന്റെ മതസൗഹൃദവും കൂടി പുഷ്കലമായി. അതാണ് UP-യിലും കേരളത്തിലുള്ള വ്യത്യാസം. അവർ കണ്ട വിളക്കുംകാലിലേക്കൊക്കെ ഓടിച്ചെന്നു വെളിച്ചം കണ്ടിട്ട്. കുറെ കാലം BJP-യോടൊപ്പം, കുറച്ച് കോൺഗ്രസിന് പിന്തുണ, കുറച്ച് അവർ ജനസംഘത്തിന്റെ കൂടെ, കുറെ ജനതാ പാർട്ടിയുടെ കൂടെ. അവസാനം എല്ലാവരും പറഞ്ഞു, നിങ്ങളങ്ങനെ കൂടെ കൂട്ടാൻ പറ്റൂല, വിശ്വസിക്കാൻ കൊള്ളില്ല, നിങ്ങള് ആദ്യം നല്ല ഓക്കെ, നിങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല, പിന്നെ ആർക്കും വേണ്ടാത്തവരായി അവർ. എന്നാൽ കേരളത്തിലെ നമ്മുടെ നേതാക്കളെ തെരഞ്ഞു വരികയാണ്. കാരണം ഇവർ കൂടിയാൽ കൂടില്ല. അങ്ങനെയുള്ള കേരളത്തിൽ ഫാസിസത്തിനെതിരെ 20 സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു. എന്നിട്ട് 2 അമീറന്മാർ മത്സരിച്ചത് എവിടെ തന്നെ? മലപ്പുറത്തും പൊന്നാനിയിലും. എന്തിനാന്നറിയാം? നമ്മൾ എളിയമ്മാന്റെയും മൂത്തമ്മാന്റെയും അമ്മായിയുടെയും വോട്ട് പ്രസാദാക്കിയാലും എന്തൊരു കാര്യമാണ്. അഹമ്മദ് സാഹിബിനെതിരെ ഈട്ടിക്ക് കടയിൽ തന്നെ വർത്താനത്തിന് വ്യത്യാസം വരുന്നുണ്ട്. കാസർകോട്ട് ഇറങ്ങുന്നതിന് കീഞ്ഞു എന്നാണ്. ഞങ്ങൾ മലപ്പുറത്തേക്ക് അങ്ങനെ കീയണമെങ്കിൽ കുന്നുമ്മ കയറണം. കണ്ണൂക്കാര് ഞാൻ ഹാൻവീവിലൊക്കെ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കാശ് കൊടുത്താൽ, കണ്ണൂരിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു അനക്ക് 10 രൂപ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിച്ചിട്ട് ഞാൻ അങ്ങനെ കാശൊക്കെയാണ്. അതല്ല, ഓനക്ക് അങ്ങോട്ട് കൊടുക്കാനാ. അനക്ക് എന്നുള്ളതിന് മലപ്പുറത്ത് ഇങ്ങോട്ടും കണ്ണൂർ അങ്ങോട്ടും നോക്കണം. ഇത്ര വ്യത്യാസം, ഇത്ര വൈജാത്യങ്ങളുള്ളൊരു നാട് വേറെ ഉണ്ടാവും. ജാതിയിൽ, മതത്തിൽ, വർഗത്തിൽ, വർണ്ണത്തിൽ, എല്ലാറ്റിലും വ്യത്യസ്തത. അങ്ങനെയുള്ള നമ്മുടെ വിവാഹം ഹലാലാകണം. BJPക്ക് നല്ല പറഞ്ഞാൽ എന്താ, ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ തീരുമാനിക്കും, നിയമം പാസ്സാക്കും, നമ്മൾ അംഗീകരിക്കണം. കറണ്ട് ചാർജ് പാസ്സാക്കുന്നത് ഗവൺമെന്റാ, ബസ് ചാർജ് കൂട്ടുന്നത് ഗവൺമെന്റാണ്. എന്റെ നാട്ടിലൊരു ചങ്ങായി പറഞ്ഞു, ബസ് ചാർജ് കൂട്ടിക്കോട്ടെ, അള്ളാഹു റസൂലാണ്, ഞാൻ കൊടുക്കൂല. ഒരു ബസ് കയറിയിട്ട പഴയ ചാർജ് തന്നെ കൊടുത്തു. കണ്ടക്ടർ വഴിക്ക് പിടിച്ചാണ്ട് ഇറക്കി. ഒരാൾ പറഞ്ഞു കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു. ഞാനറിയില്ല, ഞാൻ ആദ്യം അടക്കണ ചാർജേ ഉള്ളൂ. ലൈമേ വന്ന് ഫ്യൂസാണ്ട് വരിയോ വിവരറിഞ്ഞു. എന്താ സംഭവം? ഗവൺമെന്റ് തീരുമാനിച്ചാൽ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ബാങ്ക് വിളി നിരോധിച്ച സർക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അല്ലാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള സ്റ്റേറ്റുകളുണ്ട്. ഒന്ന് സമയമായി, കൂടുതൽ കൊടുക്കണ്ട എന്നതുപോലെ ഖുർആൻ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട്. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? കുറെ മുമ്പ് കൊടുത്തതാണ്. കൊടുത്ത ആളുടെ പേര് സുനിത് ചോപ്ര. ഈ സുനിത് ചോപ്ര കൊടുത്ത കേസ് നമ്മുടെ രാജ്യത്തിന്റെ സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. കുറെ മുമ്പാണ്. ഞാനന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആ വാർത്ത വായിച്ചത്. എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം, മനസ്സിലാക്കാം, ഒന്നും കൂടി ബോധ്യപ്പെടാം. ഈ സുനിൽ ചോപ്രയുടെ കേസ് എന്തെങ്കിലും പൊടി തട്ടിയെടുക്കാതിരിക്കുമോ? അള്ളാഹു കാക്കട്ടെ. കാരണം സുപ്രീം കോടതി ആയാലും ഏത് കോടതിയായാലും ഫയലിൽ സ്വീകരിക്കാതെ കേസ് തള്ളലുണ്ട്. ഫയലിൽ സ്വീകരിക്കാതെ തള്ളുക എന്ന് പറഞ്ഞാൽ അപേക്ഷയുമായി വരുമ്പോഴേക്ക് കാണുന്ന വേണ്ട. അതാണ് ഫയലിൽ സ്വീകരിക്കാതെ തള്ളുക. ഫയലിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബക്ക് ആലോചിക്കട്ടെ, എന്തെങ്കിലും ഒരു സമയത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുത്താൽ. അങ്ങനെയുണ്ട്. ആളുകൾക്ക് ഉളുഹിയ്യത്ത് നിരോധിച്ചില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നിരോധിച്ച് ഇന്ന് നബിദിനത്തിന് പെർമിഷൻ കിട്ടാത്ത പ്രദേശങ്ങൾ കണ്ണൂരിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എൻ ഷംസുദ്ദീൻ കൂടെ ഉണ്ടായിരുന്നു. അൻസാരി തില്ലങ്കേരി, അൻസാരി ഖത്തറിലേക്ക് പോവുകയാണ്. ഞാനും എൻ ഷംസുദ്ദീനും ഇങ്ങോട്ട് റിയാദിലേക്ക് പോയി. അപ്പൊ ഞങ്ങൾ അതുമായി സംബന്ധിച്ചുള്ള ചർച്ചയിലായി. പല മഹല്ലത്തുകളിലും അതിനുള്ള പെർമിഷൻ കൊടുത്തില്ല. ബാങ്കിന് മൈക്ക് പെർമിഷൻ കൊടുക്കാത്ത പ്രദേശങ്ങളുണ്ട്. എന്നാൽ സൗഹൃദമുള്ള പ്രദേശങ്ങളിലോ ഏത് പാതിരാവിലും എല്ലാം നടക്കുകയാണ്. ഭൂതാനാഥ സദാനന്ദ എന്ന് പറഞ്ഞ അഖണ്ഡ നാമയജ്ഞം ഒരു മുസ്ലിം സമുദായക്കാരനും ആക്ഷേപമില്ല. അസ്വലാത്തു ഖൈറും മിനന്നൗം, ഞങ്ങൾ ഉറക്കം കൊടുത്തുന്ന സഹോദര സമുദായത്തിനും ആക്ഷേപമില്ല. അത് കേരളമാണ്. ഹിന്ദു മുസ്ലിം മൈത്രി കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ പൊന്നു നാട്.
ആ കേരളത്തിൽ ഈ പേര് ഉപയോഗിച്ചിട്ട് പൊന്നു തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട CH ബാഫക്കി തങ്ങൾ, ഇവരെല്ലാം അന്തസ്സായി നിന്നു. അവരുടെ തൊപ്പി എന്നൊരു പ്രശ്നമായില്ല, താടി ഒരു പ്രശ്നമായില്ല, കൊടി ഒരു വിഷയമായില്ല, ചിഹ്നം ഒരു വിഷയമായില്ല. നന്ന അനങ്ങിയ ജാതീയത. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പാടിയൊരു പാട്ടുണ്ട്, അയ്യപ്പന്റെ അമ്മ നെയ്യപ്പന്റെ ഇട്ടു കാക്ക കൊത്തി കടലിൽ, തട്ടാപ്പിള്ളേര് തട്ടിയെടുത്തു മുക്കുവപ്പിള്ളേര് മുങ്ങിയെടുത്തു. ഇന്നത് പാടിയാല് സുകുമാരൻ നായർക്ക് എന്താ തോന്നാന്ന് പറയാൻ പറ്റില്ല. എല്ലാം ജാതീയമായി കാണുക. ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോ ആ ഉദ്യോഗസ്ഥൻ ഏതാ സമുദായം? PT ഉഷ ഓടി വരുമ്പോ നമ്മൾ നോക്കിയത് എന്താ? മുന്നിലാണോ എന്നാണ്. ഫസ്റ്റ് പ്രൈസ് ആണോ? PT ഉഷ ഒക്കെ ഇന്ത്യക്കാരി, ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു നമ്മൾ പറയും. കപിൽ ദേവ് ക്രിക്കറ്റിൽ തിളങ്ങിയാൽ സമുദായം നോക്കൂല. അസ്ഹറുദ്ദീൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാക്കിയപ്പോ ഒരാളും ആക്ഷേപം ഉന്നയിച്ചില്ല. എന്നെല്ലാം ജാതീയത. ഉദ്യോഗസ്ഥന്റെ ജാതി എന്താ? മുന്നിൽ വരുന്ന കുട്ടി ഏതാ സമുദായം? ഫസ്റ്റാ സെക്കൻഡാ നോക്കിയാ പോലെ. ഏതാ സമുദായം? അല്ലെങ്കിൽ ഏതാ നോട്ടം? ഏതാ സമുദായം? ഏതാ ജാതി? ഇങ്ങനെയുണ്ടോ? അടുത്ത കാലത്തായി നമുക്കെതിരെ കേരളക്കരയിൽ ഒരു പുതിയ സംഭവവികാസം. ഒരു വിഭാഗം കുറെ അങ്ങനെ ശ്രമിക്കാം. നമ്മളെ കൂട്ടത്തിലെ കുറെ ആളുകൾ നമുക്ക് കിട്ടുന്ന വോട്ട് എളിമാക്കും മൂത്തമാക്കും ഒക്കെ ഫസാദ് ഉണ്ടാക്കിയിട്ട് എന്താപ്പ ലീഗ്, എന്ത് നേടി ലീഗ് എന്ന്. എന്നാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ലീഗ് കണ്ടോ, ഗവർണറെ കാണുന്നു, മലപ്പുറത്തേക്ക് മലബാറിലേക്ക് വാരിക്കൂരി ചൊരിഞ്ഞു കൊടുക്കുന്നു, ഗവർണറെ ഇടപെടണം, നോക്കണം. ഇവര് ഏറി എന്നുള്ള കുഴപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. SDPI ചോദിക്കുന്നത് എന്ത് നേടി നിങ്ങൾ എന്നുള്ളതാണ്. നമ്മളിതിന്റെ രണ്ടിനും നടുവിലാണ്. കാരണം എന്താ, ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് നമുക്ക് കൊടുക്കാനും പറ്റണില്ല. ഇവര് പിന്നിൽ നിന്നിട്ട് വെറുതെ ഏതുപോലെ അറിയാം. എന്റെ നാട്ടിലുണ്ടായി ഒരു വണ്ടിയിൽ ഇങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ അതിന്റെ മുന്നിലൊരു വണ്ടി, അത് മാർക്സിസ്റ്റ് പാർട്ടി അത് വിചാരിച്ചോളൂ, അതിങ്ങനെ അങ്ങോട്ടല്ല ഗീർ ഒടുങ്ങി നിൽക്കുകയാണ്, അങ്ങോട്ടില്ല അങ്ങനെ നിൽക്കുക. ഈ ചെങ്ങായി ഒന്ന് സൈഡാക്കി ഒരു ഭാഗത്തിട്ടിട്ട് വേണം നമ്മളെ വണ്ടി ഒന്ന് മുന്നിൽ കിടക്കാം. അപ്പോഴാ SDPI പിന്നിലൊരു വണ്ടി കീ തന്നെ. ഓന്റെ വിചാരം എന്താണെന്നറിയാം, ഈ ഓണ് ചൂടായാലാണ് ബ്ലോക്ക് തീരുകയെന്നാണ് ഓരോ സംഭവം. അപ്പൊ അങ്ങനെ കീന്നടിച്ചാണ്ട് നിന്നപ്പോ ഇയാളിങ്ങനെ ഇടയ്ക്ക് ഗ്ലാസ് കത്തി നോക്കുന്നുണ്ട് നടുവിലെ നമ്മളെ വണ്ടി. അപ്പൊ ഓൻ ചൂടായിട്ട് എന്നിട്ട് ഇറങ്ങി വന്നിട്ട് എന്താണ് ഒരു മുന്നിൽ തടസ്സം ഉണ്ടായതാണ്, ഇടുക്കടോ വണ്ടി. അപ്പൊ ഇയാളെന്താ പറഞ്ഞറിയാം, ചാവിയേറ്റിന്റെ അറിയുന്ന എന്റെ വണ്ടി ഒന്ന് മുന്നിലാക്കിക്കൊണ്ട് എന്റെ ഓണ് ഞാൻ അങ്ങനെ അടിച്ചു പിടിച്ചോളാറ്. എന്തൊരു സംഭവം. നമ്മുടെ നാട്ടിൽ നമ്മൾ വല്ലതും കൊണ്ടുവരികയാണ്. അപ്പൊ ഇവരെ തടസ്സം. മറ്റൊരു പിന്നിൽ നിന്നിട്ട് തികഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല, പോരാ, നോക്കണം. നമ്മൾ വലിയ വലിയ റോഡ് കൊണ്ടുവരിക, അപ്പൊ ഫേസ്ബുക്കിലൊക്കെ പല കമന്റ്സും. അപ്പോൾ പഴയ റോഡിന്റെ ചിത്രം കൊടുത്തിട്ട് നമ്മളെ പ്രസംഗമൊക്കെ മോശമാക്കി കാണിക്കും. അവരൊന്നും ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ല സാധുക്കളെ. കരിപ്പൂർ എയർപോർട്ടിലൊന്ന് ഇറങ്ങി നാട്ടിലേക്ക് പോകുമ്പോൾ റോഡ് നോക്കി, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പോണ റോഡൊന്ന് നോക്കി, രണ്ട് സൈഡിൽ ആ റിഫ്ലക്ടറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എയർ ഇന്ത്യന്റെ ഓർമ്മയില്ലാതെ അവിടെ വന്ന് ഇറങ്ങുമെന്ന് ബേജാറാകാൻ ഇത് സംഭവമല്ലേ അല്ലേ അബൂക്കർ സാഹിബ്? ചിലപ്പോ എയർ ഇന്ത്യക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഇത് അവരങ്ങ് റൺവേ എന്ന് കരുതിയിട്ട് ആ കുന്നംപുറത്തേറ്റ വന്ന് ഇറങ്ങുമെന്നുള്ള ബേജാറ്. അമ്മാതിരി ഇബ്രാഹിം കുഞ്ഞ് നമ്പർ 1 മിനിസ്റ്റർ എന്നാ പറഞ്ഞത്. ആര്? ഉമ്മൻചാണ്ടി പറയാ എന്റെ കൂട്ടത്തില് നമ്പർ 1 ഇബ്രാഹിം കുഞ്ഞാണ്. പിന്നെ ഗണേശൻ എന്താ ആക്ഷേപം? മോനെ ഗണേശ, എന്റെ കുട്ടിക്ക് അറിയായിട്ടാണ് ശബരിമല റോഡ് വീതി കൂട്ടിയത് ഞങ്ങളാണ്. PKK ബാവ ആദ്യം ആ പണി ചെയ്തപ്പോ മാതൃഭൂമിയുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്നൊരു കോളത്തിലൊരു സ്വാമി എഴുതിയത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഞങ്ങളുടെ സ്വാമിമാർ ശബരിമല സന്നിധാനത്തിൽ പോകാറുണ്ട്, അവിടെ പോയി ഞങ്ങൾ പാടാറുണ്ട്. വാവര് സ്വാമിയെ ശരണം പൊന്നയ്യപ്പ എന്ന് ബാവര് പള്ളിയുടെ അടുക്കൽ പോകും. എന്നാൽ ബാവ എന്ന് പറയുന്ന മന്ത്രി ചെയ്ത ഈ നന്ദി കാണുമ്പോൾ ഞങ്ങൾക്ക് പാടാൻ തോന്നുന്നു. ബാവ മന്ത്രിയെ ശരണം പൊന്നയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്ന കോളത്തിൽ ഒരു സ്വാമി എഴുതിയത് ഞാൻ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഗണേശന്റെ അസുഖം ഞങ്ങൾക്കറിയാം. ലീഗിനെ 10 ആള് തല്ലുമ്പോ ആ കൂട്ടത്തിൽ ഇവരെ വക രണ്ടടി. അതന്നെ അവനെല്ലാം ജാതീയമാണ്. വളരെ ഗൗരവ കേരളത്തിലെ ഇപ്പോഴത്തെ നീക്കം. പിന്നെ കേൾക്കണ രസം, ഇപ്പൊ കേരളത്തിൽ നടക്കുന്നൊരു പുതിയ സാഹചര്യം എന്താണെന്നറിയാം.